ഹായ് ഓൾ അസ്സാം വലൈക്കും. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. ഇത് നല്ല ചെമ്മീനും ചക്കക്കുരുവാണ് ഞാൻ കറി വെക്കുന്നത്. അപ്പോൾ വീട്ടിൽ ഉമ്മ അതിഥിയായിട്ട് വന്നിട്ടുണ്ട്. ഇന്നലെയാണ് വന്നത്. ചോറ് അടുപ്പത്തുണ്ട്, ഒരു ചട്ടിയുണ്ട് പുതിയത്, അത് മയക്കണം. കല്ലിൻ്റെ വെള്ളം ഒഴിച്ച് അത് കത്തിച്ച് മയക്കുന്നുണ്ട്. ഉമ്മാക്ക് കുഞ്ഞിച്ചെമ്പിൽ കഞ്ഞി വെക്കുന്നുണ്ട്. ബ്രേക്ക്ഫാസ്റ്റിന് നൂൽപുട്ടും ഇന്നലെ കുറച്ച് ചെമ്മീൻ കിട്ടി ആ കറിയുമാണ്. ഉമ്മാക്ക് എരിവില്ലാത്ത കറി വേണം. ഉമ്മ ആ ചെമ്മീൻ കറിയും നൂൽപുട്ടും കൂടി കഴിക്കുകയാണ്. ഉമ്മ ഇന്നലെ വന്നതാണ്, ഹസ്ബൻഡിൻ്റെ ഉമ്മയാണ് കേട്ടോ. എല്ലാവർക്കും ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യുക എല്ലാവരും. അപ്പോൾ ഉമ്മാക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തു. ഞാൻ വയ്യ കുടിക്കാമെന്ന് പറഞ്ഞു ഉമ്മാനോട്. അപ്പോൾ അന്ത അവിടെ ഇരിക്കുന്നുണ്ട് അരിയത്ത്. അന്തോന് കഷ്ണം നൂൽപുട്ടൊക്കെ ഉമ്മ ഇട്ട് കൊടുത്തു. അപ്പോൾ ഉമ്മ ചായയൊക്കെ കുടിക്കട്ടെ. അപ്പോഴത്തേക്കും ഞാൻ ചെമ്മീനും ചക്കക്കുരും കൂടി ഒന്ന് വൃത്തിയാക്കി എടുക്കട്ടെ. അതൊക്കെ നന്നായി വൃത്തിയാക്കി എടുത്ത് ഞാൻ ചട്ടിയിൽ കുറച്ച് ചെമ്മീനും കുറച്ച് ചക്കക്കുരും കൂടി ഇട്ട് അടുപ്പത്ത് വെക്കുകയാണ്. അപ്പോഴത്തേക്ക് ഉമ്മ ഭക്ഷണമൊക്കെ കഴിച്ച് റെഡിയാവുന്നുണ്ട് അപ്പുറത്തുനിന്ന്. അപ്പോൾ ഒരു തക്കാളിയും 2-3 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കഷ്ണം സവാളയും കൂടി, ഒരു പകുതി സവാളയാണ് എടുത്തത്, അതും കൂടി നന്നായിട്ട് മുറിച്ചിട്ട് കൊടുക്കുക. കഷ്ണം 2 അല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചിയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കറിയിലേക്ക്. ആ ഫ്ലേവർ നല്ല ടേസ്റ്റ് ഉണ്ടാവും ചെമ്മീൻ ഇട്ട് കൊടുക്കുന്നത് കൊണ്ട്. അപ്പോൾ അതും കൂടി ഇട്ട് നമുക്ക് അടുപ്പത്ത് വെച്ച് കൊടുക്കുക. ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും ഒരു നുള്ള് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ അപ്പോഴത്തേക്കും പ്ലേറ്റ് കൈവയ്ക്കുകയാണ് ഉമ്മ ഭക്ഷണം കഴിച്ച. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് ഞാൻ ഗ്യാസിൽ വെക്കട്ടെ. അപ്പോൾ ചോറ് ഏകദേശം വെന്ത് തുടങ്ങി. ചക്കക്കുരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കഞ്ഞി റെഡിയായി. ഒരു തുള്ളി കഞ്ഞിയാണ് വെച്ചത്.